ഹലോ, നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആയാലോ? ടടേ പെട്ടെന്ന് മാറി വന്നത് കണ്ടോ? ഞാൻ ബോറടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അമ്മയുടെ ഒരു ഫോൺ വിളി വന്നത്. നമുക്കൊന്ന് ശോഭാ സിറ്റി വരെ പോയാലോ എന്ന് പറഞ്ഞ്, അവർക്ക് എന്തോ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. വേറൊന്നും നോക്കിയില്ല, 5 മിനിറ്റ് കൊണ്ട് ഞാനും മാറി. അതുകൊണ്ട് കാര്യമായിട്ട് മേക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഞാൻ ഉപയോഗിച്ചുള്ളൂ. വഴിനീളെ നല്ല ബ്ലോക്കായിരുന്നു. 10-15 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഞങ്ങൾ അവിടെ എത്തിയത് അരമണിക്കൂറിന് ശേഷമാണ് എത്തിയത്. കുറച്ച് മാസങ്ങളായിട്ട് ഈ ഏരിയയിൽ റോഡിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച സമയത്ത് ഇറങ്ങിയാലൊന്നും അവിടെ എത്തൂല. ഫൈനലി ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഒരു സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ചൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവിടെ എന്തോ ഒരു കമൻറ്റൊക്കെ പറഞ്ഞു എൻ്റെ ചപ്പലിനെ കുറിച്ച്. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ കുറേ ചിരിച്ചു എന്നുള്ളത് ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തെത്തി. ട്രെൻഡ്സിലാണ് ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടി വന്നത് കേട്ടോ. ഞാൻ ഈ കരിന്തോട്ടത്തിൽ ആന കയറിയ പോലെയാണ് ഈ ഡ്രസ് ഷോപ്പിലൊക്കെ എത്തിയത്. ഒരുവിധം ഡ്രസ്സുകളൊക്കെ ട്രയൽ ചെയ്ത് നോക്കും. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത ഡ്രസ്സ്. ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് ഒട്ടും മാച്ചല്ലായിരുന്നു. പിന്നെ ഇട്ട് നോക്കിയതാണ് ഈ രണ്ടാമത്തെ, ഈ ഗ്രീൻ വൺ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എന്തോ മിസ്റ്റേക്ക് പോലെ തോന്നി. ഇതാണ് ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, പക്ഷെ ഞാൻ ഇട്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നിയില്ല. ഇതാണ് ഫൈനലി ഞാൻ എടുത്തൊരു സംഭവം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫ്രണ്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇതിൻ്റെ ബാക്കാണ് ഇഷ്ടപ്പെട്ടത്. ബാക്ക് സ്റ്റിച്ചിങ്ങൊക്കെ കൊള്ളായിരുന്നു. ഇത് ഞാൻ തിരിച്ചും മറിച്ചും സൈഡും ബാക്കും ഒക്കെ ആയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ബട്ട് എന്തോ വെളിപാടിൽ ഞാൻ അതും വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ ആ കുർത്തി സെറ്റിലേക്ക് പോയി. ഓണമൊക്കെയല്ലേ വരുന്നത്, പെട്ടെന്ന് വല്ല സെലിബ്രേഷനൊക്കെ കാര്യങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ വല്ലതുണ്ടോ എന്ന് ഞാൻ നോക്കി. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, പക്ഷേ ഞാനൊന്നും എടുത്തില്ല. എൻ്റെ സൈഡിൽ നിന്ന് കാര്യമായി പർച്ചേസിങ് നടന്നില്ലെങ്കിലും അവരെ സൈഡിൽ നിന്ന് തകൃതിയായിട്ട് പർച്ചേസിങ് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പതിവ് പോലെ എല്ലായിടത്തും കയറി സാധനങ്ങൾ നോക്കാമെന്നല്ലാതെ ഒന്നും മേടിക്കാറില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടാലും ഞാൻ മേടിക്കാറുള്ളൂ. ഞാൻ അവിടെ 2-3 സെൽഫിയൊക്കെ എടുത്ത സമയം കളഞ്ഞാണ്. ഇത്രയും സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്തു കേട്ടോ. 3000 മേലെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂപ്പൺസും പിന്നെ 500 എന്തോ ഫ്രീ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ സെലക്ട് ചെയ്തത് എന്തോ സോക്സ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് KFC ആയിരുന്നു. KFCയിൽ ഞങ്ങൾ എന്തോ ഒരു കോംബോ ഓഫർ ഓർഡർ ചെയ്ത് KFC കഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഇതോടുകൂടി ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.